ചോക്കാട് പന്നിക്കോട്ടുമുണ്ടയിൽ വ്യാഴാഴ്ച വീണ്ടും സംഘർഷം. വാളക്കുളത്തെ വല്ലാഞ്ചിറ ഉമയറിന് അടിപിടിയിൽ പരിക്കേറ്റു. ബുധനാഴ്ച രാത്രിയുണ്ടായ സംഘർഷത്തിൽ ഉമയറിന് ചെറിയ തോതിൽ പരിക്കേറ്റിരുന്നു. വ്യാഴാഴ്ച രാവിലെ വീണ്ടും പന്നിക്കോട്ടുമുണ്ട വാളക്കുളം പ്രദേശങ്ങളിൽ ഉമർ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. മാരകായുധങ്ങളുമായി അടിപിടി ഉണ്ടാക്കാനെത്തിയ ഉമയറിന് തന്നെ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. പരിക്കേറ്റ ഉമയറിനെ പോലീസ് എത്തിയാണ് വീട്ടുകാരോടൊപ്പം ആശുപത്രിയിലേക്ക് അയച്ചത്. നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി നടന്ന അക്രമത്തിൽ പരിക്കേറ്റ 4 പേരും നിരവധി കേസുകളിൽ പ്രതികളാണ്. പൊതുപ്രവർത്തകരായ ആളുകളടക്കം നിരവധി പേരാണ് ഇവരുടെ ഭീഷണിയിൽപ്പെട്ടിട്ടുള്ളത്. അടിപിടി, ലഹരി ഉപയോഗം, മോഷണം, പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി അടിച്ചു തകർത്ത സംഭവം ഉൾപ്പെടെ ഉമയറിന് 12ഓളം കേസുകൾ നിലവിലുണ്ട്. ചോക്കാട് ആനക്കല്ലിൽ നാരായണൻ വളവിന് സമീപത്തെ സ്വകാര്യ സ്ഥലത്താണ് ഉമയർ പരിക്കേറ്റ് കിടന്നിരുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും മറ്റു കുടുംബങ്ങൾക്കും പോലീസിനും എന്നും തലവേദനയായി മാറിയിരിക്കുകയാണ് ഉമയർ ഉൾപ്പെടെയുള്ള ഈ സംഘം. ഉമയറിന്റെ പിതാവ് ഭിന്നശേഷിക്കാരനായ ബഷീർ ഭിക്ഷാടനം നടത്തിയാണ് ഉമയറിനെ വളർത്തിയത്. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടാണ് ഈ സംഘം നാട്ടുകാർക്കെതിരെ തിരിയുന്നത്. ചോക്കാട്, പന്നിക്കോട്ടുമുണ്ട, വാളക്കുളം പ്രദേശങ്ങളിൽ ലഹരി മാഫിയയുടെ വിളയാട്ടം നിത്യസംഭവമാണ്. അതിനെതിരെ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം പരാതി പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് പന്നിക്കോട്ടുമുണ്ട അങ്ങാടിയിലും അതുപോലെ തന്നെ വാളക്കുളം അങ്ങാടിയിലൊക്കെ വന്നുകൊണ്ട് ലഹരി മാഫിയ അതിക്രമം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പന്നിക്കോട്ടുമുണ്ടയിലെയും അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്കടക്കം വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അവരെ മേൽ അധികാരികൾക്ക് വിവരം നൽകുന്നത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പോലീസുകാരുടെ അടിയിൽ ഇട്ടുപോലും വധഭീഷണി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ ഒരു ദിവസം കാളിയാവ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് വരും, നിന്നെ കൊല്ലുമെന്നും എൻ്റെ കാല് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ നിത്യസംഭവമായി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ, അതായത് പോലീസിന് ലഹരി വിൽക്കുന്നതും മദ്യം വിൽക്കുന്നതും അതുപോലുള്ള വിവരങ്ങൾ ഞാൻ പോലീസിന് വിളിച്ചു പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് വധഭീഷണി വന്നിട്ടുള്ളത്. ന്യൂസ് നൗ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.